അതുപോലെ തന്നെ വാപ്പ, ഈ രണ്ടുപേരും ചെറിയ കുട്ടികളാകുമ്പോൾ മരിച്ചാൽ ഈ കുട്ടികൾ എത്തിയ കുട്ടികളായി. ഞാൻ പറയേണ്ട കാരണം ഞാൻ ഇപ്പം ഇങ്ങനെ എല്ലാവരോടും വാർക്കാൻ വേണ്ടി പറയലാണ്. പട്ടിക്കാട് ജാമ്യൻ്റെ അടുത്ത് കൊണ്ടിപ്പറമ്പ് എന്ന സ്ഥലത്ത്, അവിടെ ഞാൻ എൻ്റെ ഉസ്താദിൻ്റെ അടുത്ത് കിതാബ് ഇങ്ങനെ ഒത്താട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ സഭയ്ക്ക് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിരുന്നപ്പോൾ ഒരു ചെറിയ കുട്ടി, അവന് വയസ്സിൻ്റെ വലിയ ഓർമ്മയില്ല, 10 വയസ്സാണോ 8 വയസ്സാണോ, ആ കുട്ടി കയ്യിൽ ഒരു ചെറിയ കവറിൽ ഇങ്ങനെ മീൻ ഉണ്ടല്ലോ, വളരെ കൂറിത്തീർന്ന മീൻ, റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വരിക. അപ്പൊ ഞാൻ ആ കുട്ടീനോട് എന്താ ഇതെന്ന് ചോദിച്ചു. അപ്പൊ അതെന്താ മീന് ഫൈറ്ററോ എന്തോ ഒരു പേര് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക, ഫൈറ്ററോ എന്തോ ഒരു പേര് പറഞ്ഞു. എനിക്ക് മീൻ നല്ല ഇഷ്ടമാണ്, എവിടുന്ന വരുന്നത് ചോദിച്ചു. പറഞ്ഞു ഞാന് പണിക്ക് പോവാണ്, പണിക്ക് കഴിഞ്ഞാണ്ട് ഈ ചെറിയ കുട്ടി എനിക്ക് ഒരുപാട് കാലത്തെ പൂതിയായിരുന്നു ഈ ഫൈറ്റർ മീനിനെ വാങ്ങണം എന്നുള്ളത്. അപ്പൊ അതിങ്ങനെ മേടിച്ച പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അനക്കെന്റെ ഉപ്പാനോട് പറഞ്ഞാ പോരെ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു എന്റെ ഉപ്പ മരിച്ചു കുണു. അത് കേട്ടപ്പോ സത്യത്തിൽ എനിക്ക് ചോദിക്കേണ്ടതിനാന്ന് തോന്നിപ്പോയി. എന്റെ വാപ്പ മരിച്ചു കുണു, വാപ്പാക്ക് ക്യാൻസർ ആയിരുന്നു, വാപ്പ മരിച്ചു, വീട്ടിൽ ആരില്ല, ഞാൻ എൻ്റെ ഉമ്മയും ഒറ്റക്കുള്ളൂ. അപ്പൊ ഞാൻ നെല്ലിക്ക പീടിയിൽ പോയിങ്ങാണ്ട് ഞാൻ നെല്ലിക്ക എടുത്തു കൊടുക്കാൻ വേണ്ടി നിന്നിട്ട് അയിമെന്ന് ഇങ്ങനെ പൈസ കിട്ടിയിട്ട് ആ സന്തോഷത്തില് ആ ചെറിയ കുട്ടി ഫൈറ്റർ മീനെ മേടിച്ചു കണ്ട് വീട്ടിലേക്ക് വരിക. ആ രംഗം കണ്ടപ്പോ അന്ന് എൻ്റെ ഹൃദയം പടച്ചതാ, പടച്ചോനെ നമുക്കുണ്ട് കുട്ടികളൊക്കെ, നമ്മൾ പെട്ടെന്ന് അവിടെ മരിച്ചാൽ അത് ചോക്കി നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവും ആഗ്രഹം, ചെറിയ കുഞ്ഞു മക്കളല്ലേ, ഫൈറ്റർ വേണം, അല്ല ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഐസ്ക്രീം കഴിക്കണം, കിൻഡർ ജോയ്. എൻ്റെ മോളൊക്കെ ചെറിയ കുട്ടി പറയും വാപ്പാക്ക് കിൻഡർ ജോയ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇങ്ങനെ മിക്സർ കൊണ്ട് ഓരോന്ന് പറയും. ഞാൻ ഉണ്ടായത് കൊണ്ട് ഇപ്പം എൻ്റെ കുട്ടികൾക്ക് അത് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഞാനില്ലെങ്കിലും അല്ല ചോദിക്കും, നിങ്ങളെ കുട്ടികൾ ഇപ്പം ചെറിയ കുഞ്ഞു മക്കൾ അങ്ങോട്ട് മരിച്ചു, ഈ കുട്ടികൾക്ക് ഒരു പെരുന്നാൾ വന്നാൽ പൂതി ഉണ്ടാവൂലേ കുട്ടികൾക്ക്? ഒരു പുതിയ കുപ്പായം വാങ്ങിത്തരാൻ എളാപ്പയും മൂത്താപ്പയും വല്യപ്പുണ്ടെങ്കിലും സ്വന്തം വാപ്പ ഇറങ്ങിയിട്ട് മയ്യത്തായിട്ടാ നമ്മുടെ കുട്ടികളുടെ സ്കൂളിലും മദ്രസക്കും ഓട്ടോറിക്ഷയിലും ബസ്സിലൊക്കെ പോവുകയാണ്. അവിടെ കാക്കട്ടെ, അപകടത്തിൽ പെടാണ്ടിരിക്കട്ടെ. പടച്ചോനെ ഞങ്ങളുടെ കുട്ടികളെ നീ കാക്കണേ അല്ല. കുട്ടികൾ ഒന്നയാത്രം പോയി സ്വന്തം കാലം സ്വയം ചെയ്യാനുള്ള ഒരു പ്രാപ്തി എത്തുന്നത് വരെ ഞങ്ങളെ നിലനിർത്തണേ അല്ല. അല്ലാഹുവേ, പടച്ചോനെ രണ്ടാമതൊരു പെണ്ണിനെ കല്യാണം കഴിച്ച്